ജനങ്ങൾ കൊടുത്ത അവസരങ്ങൾ മുഴുവൻ പാഴാക്കിയ മുന്നണികളാണ് കേരളത്തിലേതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള ജനത മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. LDF UDF മുന്നണികളെ ജനം മടുത്തെന്നും BJP അധികാരത്തിലെത്തിച്ച ശേഷമേ മടങ്ങൂ എന്നും തൊടുപുഴയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിലെയും കേരളത്തിലെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. LDF-നും UDF-നും അവസരം കൊടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ചിന്തിക്കണം. 10 കൊല്ലം കേന്ദ്രം ഭരിച്ച UPA ഗവൺമെന്റ് ഏറ്റവും ദുർബലമായ 5 എക്കോണമികളിൽ ഒന്നാക്കി ഭാരതത്തെ മാറ്റി. ദുർബലമായ ഭാരത ഇക്കോണമിയെ ലോകത്തെ 4ാമത്തെ ഇക്കോണമിയായി വളർത്തിയെടുത്തത് BJP-യാണ്. 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. കോൺഗ്രസ് ചെയ്തത് ഇതാണ്. എന്ത് ചെയ്തു? അവരുടെ കുടുംബവംശം, രാജവംശം, അതിനുവേണ്ടി അഴിമതി 10 കൊല്ലം ചെയ്തു. നാടിനെ തകർത്തി വെച്ചു. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിലെ എല്ലാവരും എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ലോകത്തിലെ ആരോട് ചോദിച്ചാലും ആ ദുർബലമായ ഇന്ത്യൻ ഇക്കോണമി ഇന്ന് ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമിയായി മാറി. കേരളത്തിൽ 10 കൊല്ലം ഭരിച്ച LDF സർക്കാരിന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ. എങ്കിലും അവർ ആഘോഷം നടത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം പോലും സാധ്യമാക്കാൻ കഴിയാത്തവർ എന്തിന്റെ ആഘോഷമാണ് നടത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അവൻ പോന്നു അടുത്ത കൊല്ലം. എന്ത് നടന്നു? കടമില്ലാണ്ട് ഒരു ഇഞ്ച് പോവാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ. കേരള നാട്ടിന്റെ ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറായ ഒരു ആശാ വർക്കർ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയമിന് 100 രൂപ വർദ്ധിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല. എന്നിട്ട് ആഘോഷിക്കുന്നു? എന്തിന്റെ ആഘോഷം? KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല, അവരാഘോഷിക്കുന്നില്ലല്ലോ. നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ഒരു തൊഴിലും അവർ എൻട്രൻസ് എക്സാം, CPO-ന്റെ എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്നു. ഞങ്ങൾ എക്സാം പാസ് ചെയ്തു, തൊഴിൽ നിങ്ങൾ തരുന്നില്ല, അവരാഘോഷിക്കുന്നില്ലല്ലോ. പിന്നെ എന്ത് ആഘോഷം? ദേശീയപാത തകർന്ന വിഷയത്തിലെ പിണറായി വിജയന്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും നിലപാടുകളെയും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ഇപ്പോ പിണറായി വിജയൻജിന്റെ മരുമകനും ഒരു കൺഫ്യൂഷൻ. 3 ദിവസം മുമ്പേ അവിടുത്തെ രാജവംശത്തിന്റെ മരുമകൻ പറയുന്നു, അല്ല ഞങ്ങളാണ് ചെയ്തത് ഹൈവേ. ഇന്നലെ പിണറായി വിജയൻജി പറഞ്ഞു ആ തൊട്ട് ക്ഷ വരെ ഹൈവേ ചെയ്തത് NHA ആണ്. അത് വളാഞ്ചേരിയിൽ ഒരു ഹൈവേ തകർന്നു പോയപ്പോൾ അത് ഞാനല്ല ചെയ്തത്, ഞങ്ങളല്ല ചെയ്തത്. അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്തിരിക്കുന്നത്. മുനമ്പത്ത് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവർക്ക് മുനമ്പത്തിനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുനമ്പത്തെ ജനങ്ങൾക്കായി BJP നിലപാടെടുത്തപ്പോൾ അതിനെ അവർ എതിർക്കുകയും ചെയ്തു. ഒരു വിഭാഗത്തിന് മാത്രമായി BJP സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ചിലർ അങ്ങനെ പറഞ്ഞു പരത്തുകയാണ്. സത്യങ്ങൾ പ്രവർത്തകർ പൊതുജനങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി തന്നെ പറയണമെന്നും BJP-യെ അധികാരത്തിലെത്തിക്കാൻ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നടത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആഹ്വാനം ചെയ്തു. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ച വികസിത കേരളം കൺവെൻഷനിൽ ജില്ലയിലെ NDA-യുടെ പ്രമുഖ നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. ജനം, ഇടുക്കി.